നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളും ഇപ്പോൾ സ്ത്രീകൾക്ക് അനുകൂലമാണ്. പെണ്ണിനെ നോക്കിയാൽ പോലും കുറ്റം. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് സ്ത്രീകൾ പീഡന പരാതി നൽകിയാൽ കേസ്. എന്തിനു പറയുന്നു? സമൂഹ മാധ്യമങ്ങൾ സജീവമായ ഇക്കാലത്ത് വൈറലാകാൻ പുരുഷന്മാരെ അപമാനിക്കുന്നതും പൊതുമധ്യത്തിൽ അവഹേളിക്കുന്നതും ചില യുവതികൾക്ക് ലഹരിയാണ്. അടുത്തിടെ ഇങ്ങനെ കുറെ വീഡിയോകൾ കണ്ടിട്ടുണ്ടല്ലേ? ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും ശരീരത്തിൽ പിടിച്ചെന്നുമുള്ള പരാതികൾ. അതിൽ വസ്തുതയുള്ള വാർത്തയുണ്ടാകാം. എന്നാൽ നിരപരാധികളായ പുരുഷന്മാരും ഇരകളാകപ്പെടുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുമ്പോൾ അയാൾക്കും കുടുംബവും ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടെന്ന് ഓർക്കണം. കോഴിക്കോട് വടകരയിലെ ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ്. പിന്നീട് കേട്ടത് അയാളുടെ മരണവാർത്ത. ഇവിടെ ആരാണ് കുറ്റക്കാർ? ദീപകിന്റെ മരണത്തിന് ഉത്തരവാദിയായ യുവതിക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ചെയ്യാത്ത തെറ്റിന് വേട്ടയാടപ്പെട്ട ഒറ്റേറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒന്ന് ചിന്തിച്ചേ, അങ്ങനെ തെറ്റു ചെയ്യാതെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതനാകുമ്പോഴുള്ള അവസ്ഥ. കഴിഞ്ഞ ദിവസം ബസ് യാത്രയ്ക്കിടെ യുവാവ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് യുവതി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ പലരും ഷെയർ ചെയ്തിട്ടുണ്ടാകും. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് യഥാർത്ഥത്തിൽ തെറ്റുകാരനായിരുന്നു. വീഡിയോ ചെയ്ത യുവതി ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തിയ നാടകമായിരുന്നു അത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ ദീപക് എന്ന ചെറുപ്പക്കാരനെ ചിലരെങ്കിലും മോശക്കാരനായി കണ്ടുകാണും. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ അയാൾ അപമാനിതനായിട്ടുണ്ടാകും. ഒടുവിൽ അതിൻ്റെ മനോവിഷമത്തിൽ ദീപക് ജീവനൊടുക്കിയെന്ന സങ്കടകരമായ വാർത്ത കേട്ടു. യുവതിയുടെ വ്യക്തിഹത്യയെ തുടർന്നുണ്ടായ മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യ കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. കണ്ണൂരിലേക്കുള്ള യാത്രയ്ക്കിടെ പയ്യന്നൂർ ഭാഗത്ത് ദീപക് അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. ദുരുദ്ദേശത്തോടെ യുവാവ് ശരീരത്തിൽ സ്പർശിച്ചുവെന്നാരോപിച്ച് യുവതി വടകര പോലീസിൽ പരാതി നൽകി. ബസ്സിൽ നിന്ന് യുവതി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം ആളുകൾ വീഡിയോ കാണുകയും നിരവധി പേർ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഞായറാഴ്ച പുലർച്ചെ ദീപകിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് യുവതി നടത്തിയതെന്നും കടുത്ത മാനസിക സംഘർഷത്തെ തുടർന്നാണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നും യുവാവിന്റെ കുടുംബം ആരോപിച്ചു. അവന് നല്ല നീറ്റുള്ളൊരു കുട്ടിയായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. മരിച്ചതിൻ്റെ ശേഷമാണ് അറിയുന്നത്. ഇന്നിപ്പം വീഡിയോയിൽ ഇതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം നടക്കുന്നത്. നിയമ നടപടി ഇവിടുന്ന് ഇവര് പോയിട്ട് ആരുള്ള SI-നായിട്ടൊക്കെ സംസാരിച്ചിരുന്നാണ്. CI-നായിട്ട് CI അതിന് വേണ്ടിയിട്ട് പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇവരെ മലയാളിനെ ഇന്നലെ വിളിച്ചിരുന്നു പറഞ്ഞാൽ മലയാളി പറഞ്ഞാൽ ഈ ഒന്നും പേടിക്കണ്ട, നമുക്ക് ലീഗലായിട്ട് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. സ്നേഹിതന്മാരൊക്കെ എല്ലാവരും അവനെ സപ്പോർട്ടാണ്. പക്ഷേ അവൻ ഇത് ചെയ്യുന്നുള്ളത് ആരും അറിയില്ല. വീഡിയോയിലൂടെ യുവതി വ്യക്തിഹത്യ നടത്തിയെന്നും കണ്ടന്റ് ക്രിയേഷൻ ലക്ഷ്യമിട്ട് തെറ്റിദ്ധാരണാജനകമായ വീഡിയോ ചിത്രീകരണമാണ് യുവതി നടത്തിയതെന്നും ആരോപണമുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് റീച്ച് കൂടുന്നതിന് വേണ്ടിയിട്ട് ചില പെൺകുട്ടികൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള പെൺകുട്ടികൾക്ക് പോലും അപമാനമാണ് ഇത്. ഇന്നിപ്പോൾ ഒരു പയ്യൻ തൂങ്ങി മരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട, ആൺകുട്ടിക്ക് ഒരു ആത്മാഭിമാനം, പെൺകുട്ടിക്ക് വേറൊരു ആത്മാഭിമാനം ഒന്നുമില്ല. എല്ലാവർക്കും ഉള്ളത് ആത്മാഭിമാനമാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ അതിനകത്ത് ഒരു വീഡിയോയിൽ ഈ പയ്യൻ ടച്ച് ചെയ്യുന്ന പോലും ഇല്ല. രണ്ടാമതൊരു വീഡിയോ. അപ്പോൾ ഇത് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ തന്നെ തൊട്ടടുത്തേക്ക് പോവുകയാണ്. ഒരു കൈ ടച്ച് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയുടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. അതിന്റെ ആഘാതത്തിൽ, ആ മനോവിഷമത്തിലാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ചിട്ടുള്ളത്. ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം.
ന്യൂസ് 18 കോഴിക്കോട്. നമ്മളൊക്കെ വെക്കേഷൻ ആഘോഷിക്കാനും വിനോദസഞ്ചാരത്തിനുമൊക്കെ പലയിടങ്ങളിലും യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ പങ്കാളിയുമായി അപരിചിതമായ സ്ഥലത്ത് തനിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹോട്ടലുകളിൽ മുറിയെടുക്കുമ്പോൾ അത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പുവരുത്തണം. കാസർഗോഡ് ഹൊസങ്കടിയിൽ ഒരു യുവാവിനും പെൺസുഹൃത്തിനും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവിടെ അതിക്രമിച്ച് കയറി 3 അംഗ സംഘം യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒന്നിച്ചിരുത്തി നഗ്നചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തി ഫോണും പണവും തട്ടിയെടുത്തു. കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഹൊസങ്കടിയിലെ ലോഡ്ജ് മുറിയിൽ അതിക്രമിച്ചു കയറി യുവാവിനെയും പെൺസുഹൃത്തിനെയും ഒന്നിച്ചിരുത്തി നഗ്ന ചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തി ഫോണും പണവും തട്ടിയെടുത്തു എന്നാണ് കേസ്. മഞ്ചേശ്വരം പീരാരമൂല സ്വദേശിയും കടമ്പാറിൽ താമസക്കാരനുമായ ആരീസാണ് പിടിയിലായത്. മംഗളൂരുവിൽ വെച്ചാണ് ഇയാളെ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതികൾ കർണാടകയിലേക്ക് കടന്നുവെന്ന വിവരത്തെ തുടർന്ന് വ്യാപക പരിശോധനയാണ് നടത്തിയത്. ഒരു പ്രതി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉള്ളാൾ മോണ്ടുകുളിയിലുള്ള യുവാവും പെൺസുഹൃത്തും ഹൊസങ്കടിയിലെ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു. ഈ സമയത്ത് 3 അംഗ സംഘം മുറിയിലേക്ക് അതിക്രമിച്ചു കയറുകയും യുവതിയെയും യുവാവിനെയും കട്ടിലിൽ ഒന്നിച്ചിരുത്തി അർദ്ധ നഗ്ന വീഡിയോകളും ഫോട്ടോകളും പകർത്തുകയായിരുന്നു. 2 ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും 5000 രൂപയും തട്ടിയെടുത്തുവെന്നും പരാതിയിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നവരാണ് കൊച്ചി നഗരത്തിൽ താമസിക്കുന്നവർ. രാത്രി സമയങ്ങളിൽ ജോലി കഴിഞ്ഞ് യാത്ര ചെയ്യുന്ന ഒട്ടേറെ സ്ത്രീകളെയും കാണാം. എന്നാൽ ഇരുട്ടിൻ്റെ മറവിൽ ആക്രമികൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ആക്രമിക്കും. പലരും നാണക്കേട് കാരണം പുറത്തു പറയാറില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഇതുപോലെ പൊതുസ്ഥലത്ത് വെച്ച് പരസ്യമായി ആക്രമിക്കപ്പെട്ട ഒരു യുവതി പോലീസിനെ സമീപിച്ചു. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് പ്രതികളെ കണ്ടെത്താൻ 500ഓളം CCTVകളാണ് പരിശോധിച്ചത്. ഒടുവിൽ അക്രമികൾ പിടികൂടുകയും ചെയ്തു. 18ഉം 19ഉം വയസ്സുള്ള മുഹമ്മദ് അൻഷാദ്, മുഹമ്മദ് റാസിഖ് എന്നിവരെ എറണാകുളം നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നിരവധി സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തിന് ഇരകളായെന്നാണ് വിവരം. ഇരുട്ട് മൂടിക്കിടക്കുന്ന കൊച്ചിയിലെ ഇടവഴികളിലൂടെ 2 യുവാക്കൾ ബൈക്കിലെത്തും. ഒറ്റയ്ക്ക് നടക്കുന്ന സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പിടിച്ച ശേഷം ബൈക്കിൽ കടന്നുകളയും. കഴിഞ്ഞ ഡിസംബർ മുതലാണ് മുഹമ്മദ് അൻഷാദും മുഹമ്മദ് റാസിഖും ബൈക്കിലെത്തി സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം ആരംഭിച്ചത്. നാണക്കേട് കാരണം പലരും പരാതി പറഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പരാതിയുമായി എത്തി. ഇതോടെ 2 പേരെയും പൂട്ടാൻ നോർത്ത് പോലീസ് തീരുമാനിച്ചു. പെൺകുട്ടി നൽകിയ ദൃശ്യവും 500 CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതിനൊടുവിൽ 2 പേരെയും ഒരുമിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. പല തവണ ചോദിച്ചിട്ടും പ്രതികൾ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കിയിട്ടില്ല. ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണ് ഇരുവരുമെന്ന് വിലയിരുത്തലിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി. അയൽവാസികൾ തമ്മിൽ സാഹോദര്യത്തിൽ ജീവിക്കുന്നത് എത്ര മനോഹരല്ലേ.
എന്നാൽ ചെറിയൊരു നീരസം മതി അത് വലിയ പകയ്ക്കും വിദ്വേഷത്തിനും കാരണമാകാൻ. പിന്നീട് ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത മുറിവായി മാറുമെന്ന് മാത്രമല്ല, ചിലപ്പോൾ അക്രമത്തിലേക്കും കൊലപാതകത്തിലേക്കും അത് വഴിമാറിയേക്കാം. കൊല്ലം കുണ്ടറയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ അതിർത്തി തർക്കം യുവാവിന്റെ ജീവനെടുത്തു. കുണ്ടറ സ്വദേശിയായ സജിത്തിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സജിത്തിന്റെ സഹോദരൻ സുജിത്ത് അടക്കം 4 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 6 പ്രതികൾ പിടിയിലായി. അയൽവാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ കുത്തേറ്റാണ് കുണ്ടറ കല്ലുപാറ സ്വദേശി സജിത്ത് മരിച്ചത്. സംഘർഷത്തിൽ സജിത്തിന്റെ സഹോദരൻ സുജിത്തിനും ബന്ധു അശ്വിനും മറ്റു 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരിൽ സുജിത്തിന്റെ നില ഗുരുതരമായതിനാൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കൊല്ലം നെടുമ്പന സ്വദേശികളായ അനന്തു, പ്രസാദ്, സുനിൽ, ഷൈജു, ബൈജു, കണ്ടാലറിയാവുന്ന 3 പേർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇടപ്പനയം സ്വദേശികളും അയൽവാസികളുമായ ഷൈജുവും പവിത്രനും തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് ഇത് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തതായാണ് വിവരം. തർക്കവിവരം അറിഞ്ഞ് പവിത്രന്റെ ബന്ധുക്കളായ സജിത്തും സുജിത്തും മറ്റൊരാളും സംഭവ സ്ഥലത്തെത്തുകയായിരുന്നു. തുടർന്ന് വഴക്കിൽ ഇടപെട്ടവർ തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായി. ഇത് പിന്നീട് കൂട്ടയടിയായി മാറി. ഈ സംഘർഷത്തിനിടയിലാണ് സജിത്തിന് കുത്തേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ചാത്തന്നൂർ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 കൊല്ലം. പലതരം സുഹൃത്തുക്കളുള്ളവരാണ് നമ്മളൊക്കെ. എന്നാൽ മദ്യപിച്ച ശേഷം അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരെ കാണാം. അങ്ങനെയുള്ളവരിൽ നിന്ന് പരമാവധി അകലം പാലിക്കുന്നതാണ് ആയുസ്സിനും ആരോഗ്യത്തിനും നല്ലത്. ഇടുക്കി അടിമാലിയിൽ സുഹൃത്തുക്കൾ തമ്മിൽ ഒന്നിച്ചിരുന്ന് മദ്യപിച്ച ശേഷമുണ്ടായ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മരണത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണമാണ് കേസിന്റെ ചുരുളയിച്ചത്. കേസിൽ സുഹൃത്ത് സിംഗുകണ്ഠം സ്വദേശി ആരോഗ്യദാസിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. തടിക്കഷ്ണം കൊണ്ട് തലയ്ക്ക് പിറകിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു അടിമാലി ടൗണിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ കരുനാഗപ്പള്ളി സ്വദേശി പാപ്പച്ചന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസിന് തോന്നിയ ചില സംശയങ്ങളാണ് പാപ്പച്ചന്റെ മരണം കൊലപാതകമെന്ന കണ്ടെത്തലിലെത്തിയത്. പാപ്പച്ചനെ കൊലപ്പെടുത്തിയ സിംഗുകണ്ഠം സ്വദേശി ആരോഗ്യദാസിനെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ പാപ്പച്ചന്റെ സുഹൃത്താണ്. പാപ്പച്ചന്റെ തലയ്ക്ക് പിറകിൽ ആഴത്തിൽ മുറിവ് സംഭവിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത് ആരോഗ്യദാസ് തടിക്കഷ്ണം കൊണ്ട് അടിച്ചതിലൂടെ സംഭവിച്ചതാണെന്ന് പോലീസിന്റെ കണ്ടെത്തലുണ്ട്. മൃതദേഹം കിടന്നിരുന്നതിന് സമീപം രക്തക്കറയും മരക്കഷ്ണവും പോലീസ് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ മാസം 22-ന് സംഭവം നടന്നതായാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കൊലപാതകം നടക്കും മുൻപ് പാപ്പച്ചനും ആരോഗ്യദാസും ബാറിലിരുന്ന് മദ്യപിച്ചതായും പോലീസ് കണ്ടെത്തി. ഈ സമയം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നീട് ഇരുവരും ബാറിൽ നിന്നും ടൗണിൽ തന്നെയുള്ള നിർമ്മാണം പൂർത്തിയാക്കാത്ത കെട്ടിടത്തിന് മുകളിലേക്കെത്തി. ഇവിടെ വെച്ച് വീണ്ടും ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ ആരോഗ്യദാസ് തടിക്കഷ്ണം ഉപയോഗിച്ച് പാപ്പച്ചന്റെ തലക്കടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മുറിവ് പാപ്പച്ചന്റെ മരണത്തിനിടയാക്കിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. CCTV ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് പാപ്പച്ചന്റെ മരണത്തിന്റെ ചുരുളഴിച്ചത്. അറസ്റ്റിലായ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് വ്യക്തമാക്കി. വർഷങ്ങൾക്ക് മുൻപ് അടിമാലിയിലെത്തിയ പാപ്പച്ചൻ വിവിധ ജോലികൾ ചെയ്ത് അടിമാലിയിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ 1 വയസ്സുകാരൻ ഇഹാന് എന്താണ് സംഭവിച്ചത്? ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞു കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ ചില സംശയങ്ങൾ. ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഏക മകൻ ഇഹാന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുട്ടിയുടെ അമ്മയുടെ കുടുംബം രംഗത്തെത്തി. കുട്ടിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും ദേഹത്ത് പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം. കുട്ടിയുടെ പിതാവ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ മരണകാരണം വ്യക്തമാകും. വെള്ളിയാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര കവളാംകുളം ഐക്കരവിള വീട്ടിലാണ് ഷിജിലും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്നത്. കടയിൽ നിന്ന് ഷിജിൽ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയയാണ് കുഞ്ഞിന് നൽകിയത്. ബിസ്ക്കറ്റ് ഉള്ളിൽ ചെന്നതിന് പിന്നാലെ കുഞ്ഞു കുഴഞ്ഞു വീണു. വായിൽ നിന്ന് കഫം പുറത്തു വന്നെന്നും ശരീരം തണുത്ത് ചുണ്ടിനും വായ്ക്കും നിറവ്യത്യാസം വന്നതായും കൃഷ്ണപ്രിയയുടെ മൊഴിയിൽ പറയുന്നു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞ് മരിച്ചിരുന്നു. ഷിജിലും കൃഷ്ണപ്രിയയും അസ്വാരസ്യങ്ങൾ കാരണം ഒരുമിച്ചായിരുന്നില്ല താമസം. 1 മാസത്തിന് മുൻപാണ് കൃഷ്ണപ്രിയയും കുട്ടിയെയും ഷിജിൽ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ വെച്ച് കൃഷ്ണപ്രിയയ്ക്ക് മാനസിക പീഡനം നേരിടേണ്ടി വന്നു എന്നതടക്കം കുടുംബം ആരോപിക്കുന്നു. ഉപദ്രവിക്കുന്ന എപ്പോഴും ഇവിടുന്ന് ചെന്നതിന് ശേഷം ഈ കൊച്ചിന് അവിടെ ഒരു മോനുണ്ട്, അവിടെ സഹോദരിക്കൊരു മോനുണ്ട്, അവളും അവിടെയാണ്. അപ്പോൾ അവർക്ക് ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 47 ദിവസത്തിനകത്തുള്ള കൊച്ചിൻ്റെ ഒരു ബന്ധം അച്ഛനുള്ളൂ. അതുവരെ ഇവിടെയാണല്ലോ. 1 വയസ്സ് വരെ ഒരു മരുന്ന് പോലും വാങ്ങാതെ അത്രയും കെയറിൽ നോക്കിയതാണ് ഞങ്ങൾ. അത് ഇതിനകത്തിട്ട് അവർക്ക് തടസ്സം ഉറങ്ങാൻ പറ്റണില്ല. ഇതാണ് ഇങ്ങനെയൊക്കെയാണ് പറയണത്. വേറെ അവളെപ്പോഴും അവളെ കാണുമ്പോഴത്തേക്ക് മനസ്സിലായി വള്ളി പോലെ കൈയെല്ലാം ഇവിടുന്ന് കറുത്ത് അവളെ ശരീരമെല്ലാം ബാക്ക് ഫ്രണ്ടുമൊക്കെ ഇങ്ങനെ അള്ളു പോലെ ഒരു കൊതുമ്പ് കീറി വെച്ച പോലെയാണ് അവളെ നിൽക്കുന്നത്. അവളെ കാണുമ്പോഴും മൊത്തത്തിന് മനസ്സിലാവും. ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ ശരീരത്തിലെ പരിക്കേറ്റ പാടുകളെപ്പറ്റി രക്ഷിതാക്കളോട് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. മാതാപിതാക്കളെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. കുട്ടിയുടെ പിതാവ് പോലീസ് നിരീക്ഷണത്തിലാണ്. പോസ്റ്റ്മോർട്ടം ഫലം വന്നാൽ മാത്രമേ കുട്ടിയുടെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. വീട്ടിലടക്കം ഫോറൻസിക് പരിശോധന നടത്താൻ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. നിങ്ങളൊരു സംശയരോഗിയാണോ? നിങ്ങളുടെ പങ്കാളിയുടെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചാലോ ഭാര്യയുടെ നമ്പർ സുഹൃത്തിൻ്റെ കൈവശമുണ്ടെന്നറിഞ്ഞാലോ എന്തായിരിക്കും പ്രതികരണം? സ്വന്തം ഭാര്യയെ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനവരെ സംശയിക്കണം? എന്നാൽ ചില പുരുഷന്മാരുണ്ട്, ഭാര്യ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി സംസാരിച്ചാൽ പ്രശ്നമാണ്. കൊല്ലം ആയൂരിൽ ബന്ധുവിൻ്റെ ഫോണിൽ ഭാര്യയുടെ നമ്പർ കണ്ടതിനെ ചൊല്ലിയുണ്ടായ പ്രശ്നം വലിയ അക്രമത്തിലാണ് കലാശിച്ചത്. ആയൂർ സ്വദേശി സ്റ്റെഫിൻ ദമ്പതിമാരെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയൂർ സ്വദേശി 28-കാരൻ സ്റ്റെഫിനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. ബന്ധുവിന്റെ മൊബൈൽ ഫോണിൽ ഭാര്യയുടെ നമ്പർ കണ്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ദമ്പതിമാരെ വീട്ടിൽ കയറി ആക്രമിച്ചതായാണ് കേസ്. ആക്രമണത്തിൽ വഞ്ചിപ്പട്ടി സ്വദേശി ബിനുരാജിനും ഭാര്യയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരെയും വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇരു കുടുംബങ്ങളും തമ്മിൽ വർഷങ്ങളായി ശത്രുതയിലാണെന്ന് പോലീസ് പറയുന്നു. ഇതിനിടെ ബിനുരാജിന്റെ മൊബൈൽ ഫോണിൽ തന്റെ ഭാര്യയുടെ നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് പ്രതി കണ്ടതാണ് ആക്രമണത്തിന് കാരണമായത്. പട്ടികക്കമ്പുമായി ബിനുരാജിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. ബിനുരാജിന്റെ തലയ്ക്കും ദേഹത്തും ഗുരുതരമായി പരിക്കേറ്റു. തടയാൻ ശ്രമിച്ച ഭാര്യയുടെ തലയ്ക്കും പട്ടികക്കമ്പ് കൊണ്ട് അടിയേറ്റു. അടിയേറ്റ് ബോധരഹിതനായി വീണ ബിനുരാജിനെയും രക്തത്തിൽ കുളിച്ച ഭാര്യയെയും നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വധശ്രമത്തിന് കേസെടുത്താണ് പോലീസ് സ്റ്റെഫിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊട്ടാരക്കര. തട്ടിപ്പ് കേസ് പ്രതിക്ക് കൂട്ട് പോലീസും വക്കീലും. പരാതിക്കാരെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതും കേസുകൾ ഒതുക്കുന്നതുമെല്ലാം ഉന്നതരാണ്. CSR ഫണ്ടിന്റെ പേരിൽ സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ബിജു സന്നദ്ധ സംഘടനകളിൽ നിന്ന് പണം തട്ടിയെന്ന ആരോപണത്തിൽ പരാതിക്കാരെ അഡ്വക്കേറ്റ് നിഷ പീറ്റർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തെളിവുകളടക്കാൻ ന്യൂസ് 18 വാർത്ത നൽകിയതിന് പിന്നാലെ പണം നഷ്ടമായവർ പരാതി നൽകിയെങ്കിലും കേസെടുക്കാതെ പോലീസ് ഒളിച്ചുകളി തുടരുകയാണ്. തട്ടിപ്പിന്റെ തെളിവുകൾ ഇല്ലാതാക്കി ബിജുവും കൂട്ടാളികളും കാക്കനാട്ടെ ഓഫീസ് ഒഴിയുകയും ചെയ്തു. വയോജന കേന്ദ്രം അടക്കമുള്ള പദ്ധതിക്കായി 300 കോടി രൂപ CSR ഫണ്ട് വാങ്ങി നൽകാമെന്ന ബിജു രാധാകൃഷ്ണന്റെ വാക്ക് വിശ്വസിച്ച് മലപ്പുറം സ്വദേശിയായ റിൻഷാദ് 27 ലക്ഷം രൂപയോളം കൈമാറിയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും CSR ഫണ്ട് അനുവദിക്കപ്പെട്ടില്ല. നൽകിയ പണം മടക്കി നൽകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു. 2 കാര്യങ്ങളും നടക്കാതെ വന്നതോടെയാണ് NGO ഹെൽപ്പ് എന്ന ബിജുവിന്റെ സ്ഥാപനത്തിന്റെ ഉടമയായ അഡ്വക്കേറ്റ് നിഷ പീറ്ററിനെ റിൻഷാദ് സമീപിച്ചത്. പണം നൽകിയെന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കൂ എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ. ഇങ്ങനെ വേണമെങ്കിലും നീ നിന്നോ, നിനക്ക് ചെയ്യാൻ കഴിവും പ്രാപ്തി ഉണ്ടല്ലോ, നീ പിന്നെ എന്തിനാണ് എന്റെ ഫോണിലേക്ക് ഈ വോയിസറിനെ നീ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്താക്കണമെന്ന് മേടിച്ചോണം. എന്റെ ഫോണിൽ നീ എനിക്ക് പൈസ ഒന്നുണ്ടോ? നീ എന്റെ ഓഫീസിൽ നിന്നോട് വരാൻ ആര് പറഞ്ഞു? നീ എന്റെ ഓഫീസിലേക്ക് വരേണ്ട കാര്യം എന്താ? നീ എന്നെ വിളിക്കേണ്ട കാര്യം എന്താ? നീ എന്നോട് ചോദിച്ചിട്ടാണ് ആൾക്കാർക്ക് പൈസ കൊടുത്തത്. UDF ഭരണകാലത്തടക്കം ബിജുവിനെ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയ താൻ തുടർന്നും സംരക്ഷിക്കുമെന്നും നിഷ പറയുന്നു. ഈ കേരളത്തിലെ CBI അടക്കം എല്ലാവർക്കും ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. UDFന്റെ ഭരണകാലത്ത് തന്നെ ബിജു രാധാകൃഷ്ണനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ധൈര്യം കാണിച്ച അഡ്വക്കേറ്റ് തന്നെയാടാ ഞാൻ. നീ എന്ത് വിചാരിച്ചു എന്നെ പറ്റിയിട്ട്? നീ പലപ്പോഴും കണ്ടിട്ടില്ലേ ബിജു രാധാകൃഷ്ണൻ ചീത്ത പറയണതൊക്കെ? നീ പലപ്പോഴും കണ്ടിട്ടില്ലേ ഓഫീസിൽ വെച്ചിട്ട് ഞാൻ ചെയ്യണത്? ഒരു കച്ചവടം നീ നിഷ കെ പീറ്റർ നടക്കണ്ട. ബിജുവിനും സ്ഥാപനത്തിനുമെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയെങ്കിലും കേസെടുക്കാതെ പോലീസ് ഒളിച്ചുകളി തുടരുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗം പ്രാഥമിക പരിശോധന നടത്തി ബിജുവിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ആൾമാറാട്ടം, വഞ്ചന, സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവയടക്കമുള്ള കാര്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ട റിപ്പോർട്ടുകളിലും വ്യക്തമായിരുന്നു. സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനാൽ ആദിവാസി മേഖലകളിലെ പദ്ധതികൾ അടക്കം ഏറ്റെടുത്ത് നടത്തുന്നത് തന്റെ സ്ഥാപനമെന്നായിരുന്നു ബിജുവിന്റെ അവകാശവാദം. പോലീസ് കേസെടുക്കുന്നതിൽ മെല്ലെപ്പോക്ക് തുടരുന്നതിനിടെ നിരവധി പേരെ തട്ടിപ്പിനിരയാക്കിയതായി ആരോപണമുയർന്ന കാക്കനാട്ടെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. കെട്ടിടത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഉടമ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ കെട്ടിടത്തിൽ നിന്നും ഓഫീസ് രേഖകളും കമ്പ്യൂട്ടറുകളും അടക്കം മാറ്റി. CCTVകളും രേഖകളും അടക്കം മാറ്റിയതിനാൽ ഓഫീസിൽ സമീപകാലത്തായി വന്നുപോയവരെക്കുറിച്ചും തട്ടിപ്പിനിരയായവരെക്കുറിച്ചും വിവരശേഖരണത്തിനുള്ള സാധ്യതകളും അടഞ്ഞു. പണം നഷ്ടപ്പെട്ടെന്ന പരാതിയുമായി ഇടപാടുകാർ എത്തിയതിനെ തുടർന്ന് കൊച്ചി പനമ്പള്ളി നഗറിലെ ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് അടച്ചുപൂട്ടി ബിജുവും കൂട്ടരും മുങ്ങിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം കുറവെന്ന് കണ്ടെത്തൽ. വൻ സ്വർണ്ണക്കൊള്ള നടന്നതായി BSSC നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് തെളിഞ്ഞത്. പാളികളിലെ സ്വർണത്തിലും ഭാരത്തിലും വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനാ ഫല റിപ്പോർട്ട് കേസിലേറെ നിർണായകമാണ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഉടൻ SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ച മുതൽ നഷ്ടപ്പെട്ട സ്വർണവുമായി ബന്ധപ്പെട്ട കൃത്യമായ കണക്ക് രേഖപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. VSSC നടത്തിയ പരിശോധനയിലൂടെ നഷ്ടപ്പെട്ട സ്വർണം എത്രയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അന്വേഷണത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന റിപ്പോർട്ടാണ് VSSC വെള്ളിയാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചത്. മുദ്രവച്ച കവറിൽ സമർപ്പിച്ച പരിശോധനാ റിപ്പോർട്ട് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി കൈമാറി.
1998 വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ മറ്റു പാളികളും പോറ്റി സ്വർണം പൂശി തിരികെ എത്തിച്ച പാളികളും താരതമ്യ പരിശോധന നടത്തിയാണ് VSSC റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 1998 പൊതിഞ്ഞ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു. പാളികളിലെ സ്വർണത്തിൽ വ്യത്യാസവും കണ്ടെത്തിയിട്ടുണ്ട്. പാളികളുടെ ഭാരത്തിലും വ്യത്യാസം കണ്ടെത്തിയിട്ടുണ്ട്. VSSCയിൽ നിന്നുള്ള റിപ്പോർട്ട് വിശദമായി പഠിച്ച് SITയുടെ വിലയിരുത്തൽ അടക്കമുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. SIT തലവൻ ADGP H. വെങ്കടേഷ് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരിക്കുമെന്നാണ് സൂചന. News 18 തിരുവനന്തപുരം. പേര് ബിജു, വട്ടപ്പേര് കാമാക്ഷി SI. ഇടുക്കി കട്ടപ്പനയിലെ കുപ്രസിദ്ധ കള്ളനാണ് ഇയാൾ. വീടുകളിൽ അതിക്രമിച്ച് കയറി കവർച്ചയും വാഹന മോഷണവുമാണ് കാണിക്കുന്നത്. ഇതുമാത്രമല്ല, കയ്യിൽ കിട്ടുന്നതെല്ലാം മോഷ്ടിക്കും. ആദ്യമൊക്കെ തനിച്ചായിരുന്നു കവർച്ച. മകന് പ്രായപൂർത്തിയായതോടെ അവനെയും ഇപ്പോൾ കൂടെ കൂട്ടും. കട്ടപ്പനയിൽ നിന്നും ഏലക്ക മോഷണം പോയ കേസിലാണ് ബിജുവും മകൻ ബിബിനും ഒടുവിൽ പിടിയിലായത്. ബിജുവിന്റെ മകനും നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഭവനഭേദന കേസുകളിലും വാഹനമോഷണങ്ങളിലും പ്രതിയായ കാമാക്ഷി വലിയപറമ്പിൽ വീട്ടിൽ കാമാക്ഷി SI എന്ന് വിളിക്കുന്ന ബിജു, മകൻ ബിബിൻ ബിജു എന്നിവരെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത്. ഇവർക്കൊപ്പം ഏലക്ക വിൽപ്പന നടത്താൻ ഉപയോഗിച്ച വാഹനവും കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പന തെവരയാറിൽ പള്ളിക്ക് എതിർവശത്ത് പ്രവർത്തിക്കുന്ന വീടോടുകൂടിയ സ്റ്റോറിൽ നിന്നാണ് കഴിഞ്ഞ മാസം 29 രാത്രിയിൽ 220 കിലോയോളം വരുന്ന പച്ച ഏലക്ക അച്ഛനും മകനും കൂടി മോഷ്ടിച്ചത്. ഏലക്ക പിറ്റേന്ന് പരിചയക്കാരനായ കൗമാരക്കാരൻ്റെ സഹായത്തോടെ നെടുങ്കണ്ടത്തെ മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു. കട്ടപ്പന DYSP VA നിഷാദ് മോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മോഷണം നടത്തി കിട്ടുന്ന തുക കൊണ്ട് ആഡംബര വാഹനങ്ങളും വസ്തുവകകളും വാങ്ങിക്കൂട്ടുന്ന ബിജുവിന്റെ പേരിൽ കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 500ഓളം മോഷണ കേസുകളുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.